ഹായ്. അപ്പോൾ ഇന്നൊരു സന്തോഷവും സങ്കടമൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പം 21 വർഷത്തിന് ശേഷം നമ്മുടെ അമ്മ ഇന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഇന്ന് റിട്ടയർമെൻ്റ് ആയിരുന്നു. അപ്പം അമ്മയുടെ ഹോസ്പിറ്റലിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ പോവാൻ സമയമായപ്പം കാത്തുമ്പോളെ എടുത്ത് കളിപ്പിച്ചുകൊണ്ട് നിൽക്കുക. ഇനി അമ്മാമ്മ വീട്ടിൽ തന്നെ കാണും, കാത്തുവിൻ്റെ കൂടെ കാണും, ഇതൊക്കെ തന്നെയാണ് അമ്മ പറയുന്നത്. ഇന്ന് അമ്മാമ്മയ്ക്ക് ലാസ്റ്റാണ്, ഇനി അമ്മാമ്മ പോകത്തില്ല. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കാത്തുമോളെയും കളിപ്പിച്ചുകൊണ്ട് നിന്നിട്ട് അമ്മ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. അപ്പോൾ ഉച്ച വരെ ഡ്യൂട്ടിയുള്ളു, ലാസ്റ്റ് ഡ്യൂട്ടിയാണ്. അപ്പം വീട്ടിൽ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ടേബിളും കസാരയൊക്കെ എടുത്ത് ഇട്ട് നല്ല മഴയായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ടാർപ്പയും വലിച്ചു കെട്ടി. അപ്പോൾ അവർക്ക് പറഞ്ഞ ഫുഡൊക്കെ കൊണ്ടുവന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ കഴിക്കുകയും ചെയ്തു. കാരണം അവരൊക്കെ വൈകുന്നേരമേ വരുള്ളൂ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മമ്മൻ്റെ ഒക്കെ വാങ്ങിയിട്ട് നേരെ അവർ വീട്ടിലോട്ട് വന്നു. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ തന്നിട്ട് അവർ പോയി. നമ്മളാണെങ്കിൽ നൈറ്റാണ് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യായിരുന്നത്. കുറേ സാരികളായിരുന്നു. അമ്മ കൂടുതൽ ഹോസ്പിറ്റലിൽ സാരിയാണ് എടുത്തുകൊണ്ട് പോണത്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് കിട്ടിയാൽ കൂടുതലും സാരി തന്നെയായിരുന്നു. അങ്ങനെ ഓരോ ഗിഫ്റ്റും പൊട്ടിക്കുമ്പോഴും അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. ഇതാ ഫ്ലോറിലെ ചേച്ചിമാർ തന്നെയാണ്, 4th ഫ്ലോറിൽ. അത് മാത്രം എഴുതി വെച്ചിരുന്നതുകൊണ്ട് അറിയാൻ പറ്റി. ബാക്കിയൊക്കെ അമ്മയ്ക്ക് അറിയാം. അങ്ങനെ 21 വർഷമാണ് ശിവഗിരി മിഷൻ ഹോസ്പിറ്റലിൽ അമ്മ വർക്ക് ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് ചെറിയൊരു വിഷമം അമ്മയ്ക്കുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കളിച്ചും ചിരിച്ചങ്ങ് പോകണമെന്നേ ഉള്ളൂ. ഇനി ഗിഫ്റ്റ് പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുക. ഓരോ കവറിലും ഓരോ സാരികൾ തന്നെ. അങ്ങനെ ഓഫീസിൽ നിന്ന് കൊടുത്തതും ഫ്രണ്ടിൽ നിന്ന് കൊടുത്തതും നഴ്സുമാർ കൊടുത്തതും അങ്ങനെ ഓരോന്ന് പറഞ്ഞാണ് ആൾ പൊട്ടിക്കുന്നത്. അമ്മയ്ക്കൊരു ജോലി ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും അമ്മ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ജോലി വേണം, എപ്പോഴും ജോലി ഒരു അത്യാവശ്യമാണെന്നൊക്കെ. അമ്മയുടെ വരുമാനത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് എനിക്കും ചേച്ചിക്കും അമ്മ നല്ല വിദ്യാഭ്യാസവും തന്നു. ഇങ്ങനെ ജോലിക്ക് കയറിയ മുതൽ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ ശ്രമിച്ച് ഒരു വീടും ഉണ്ടാക്കി. അപ്പം അമ്മയുടെ വരുമാനത്തിൽ നിന്ന് ഒരു വീടും കൂടെ ആയപ്പോൾ അമ്മ വളരെ ഹാപ്പിയായിരുന്നു. 21 വർഷം വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫുകളെ പിരിയുന്നതിൽ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വർഷവും അവരുമായിട്ടൊക്കെ എന്നും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം അതിങ്ങ് നിന്ന് പോയപ്പം ആൾക്ക് നല്ല വിഷമമായി. അമ്മയാണെങ്കിൽ ഇതാ ഗിഫ്റ്റൊന്നും പൊടിച്ച് തീർന്നതുമില്ല. ഓരോ ഗിഫ്റ്റ് വീതം ഇങ്ങനെ പൊടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല കളറിലുള്ള പട്ടുസാരിയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. സാരി മാത്രമല്ല, അല്ലാതെയും കുറച്ച് സമ്മാനങ്ങളൊക്കെ വേറെ കിട്ടിയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നും കൊടുത്തു, ഹോസ്പിറ്റലിൽ വെച്ചും കൊടുത്തു. അങ്ങനെ ഓരോ സാരികളൊക്കെ എടുത്ത് വെച്ചൊക്കെ നോക്കുന്നുണ്ട്, കൊള്ളാവോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ ഒരുവിധം അൺബോക്സ് ചെയ്ത് തീർന്നിട്ടുണ്ട്. കൂടാതെ ഒരു ചരുവവും കൂടെ കിട്ടിയായിരുന്നു. പിന്നെ ഒരു മൊമെൻറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മാമ്മയും മോളും കൂടെ അതും കെട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.